ഒരു പുഷ്പാഞ്ജലി ഉണ്ട്. ശ്രീനിവാസൻ അവിട്ട നക്ഷത്രം. എടാ കുഞ്ഞാലി, ഇങ്ങ് വന്നേ. എടാ കള്ള ഹിമാറെ, പീറ്റർ ഇവിടെ വന്നില്ലേ? പീറ്ററോ? ഇവിടെ എവിടെ? എന്തേ കണ്ടൂടെ? നീ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ? അല്ല, ആര് പറഞ്ഞു? ഞാൻ അവനെ കണ്ടിട്ടും കൂടിയില്ല. അവനെ കണ്ടാ പറഞ്ഞേക്ക്, ഞാൻ സുലൈമാൻ സേട്ടന്റെ അനിയനാണെങ്കിൽ അവന്റെ മയ്യത്ത് കണ്ട് ഇവിടുന്ന് പോകുന്നു. പിന്നെ അവനെ രക്ഷിക്കാനെങ്ങാനും ശ്രമിച്ചാ അന്നയും കൊന്ന ഈ കടയ്ക്കും തീവച്ച ഞാൻ പോവും. മനസ്സിലാടാ? ആ ചുടുകാട്ടിലാണ് ജോലി, കടക്ക് തീയാക്കാൻ. ഒന്ന് പോടാ പറ്റി. ആരാ കുഞ്ഞാലിക്കത്? അതൊരു ജിന്ന്. പീറ്ററിന്റെ സുലൈമാൻ സേട്ടിന്റെ ഒക്കെ കാര്യം പറയുന്നത് കേട്ടല്ലോ. അത് സുലൈമാൻ സേട്ടിന്റെ അനുജനാ. പീറ്റർ അന്വേഷിച്ച് നടക്കുകയാണെന്ന് മാത്രം. എന്റെ ചന്ദ്രയ്ക്ക് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് എത്രയും വേഗം വന്നെത്തി ചന്ദ്രയെ കാണണമെന്നുണ്ട്. ഞാൻ ഇവിടെ ചിന്നംകൊല്ലി എന്ന സ്ഥലത്ത് അതെ, കത്ത് വല്ലതും ഉണ്ടോ? കത്തൊന്നുമില്ലല്ലോ. അമ്മേ, കുറച്ച് കഞ്ഞി കുടിക്കമ്മേ. ഇന്നലെ തൊട്ട് ഒന്നും കഴിക്കാത്തല്ലേ? എന്താ മോളെ, കഴിക്കുന്നില്ലേ? ഇല്ല. ഇന്നേ ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? വലിയ അസുഖം വരുത്തി വെക്കാനാ? നിങ്ങൾ കഴിച്ചേ. എന്റെ മോൻ എവിടെ? എനിക്ക് അവനെ ഇപ്പൊ കാണണം. നീ എന്താടാ ഇവിടെ ഇരിക്കുന്നത്? നിന്നെ തിരക്കിന് പോവാനൊരു സ്ഥലമില്ല. നീ എന്തോ ഒരു അറിയിപ്പില്ലാതെ? പ്രത്യേകിച്ചൊന്നുമില്ല, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താണ് നിന്റെ മുഖത്ത്? ഓ, ഒന്നുമില്ല. ഞങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിൽ ഒന്ന് കയറ്റി. നിന്റെ കരിമ്പാറമാത്തന്റെ വകയാ രാവിലെ അമ്മ വന്ന് ഇറക്കിയത്. അയാൾ വല്ലാതെ അല്ലൂടാ? ആ, ചെറുതായിട്ട്. പക്ഷെ നിന്നെക്കുറിച്ച് ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. ആ, അതുപോട്ടെ, എന്തായി അവന്റെ വിവരം എന്തെങ്കിലും? ഇല്ല, ഇതുവരെ അവനോട് വന്നിട്ടില്ല. നീ ഇവിടെ ഇങ്ങനെ തങ്ങിയ? വരും, അതുറപ്പാ. വീട്ടിൽ നിന്റെ അമ്മ? എന്താടാ? അമ്മയ്ക്ക് നല്ല സുഖമില്ല. എത്ര നിർബന്ധിച്ചിട്ടും അമ്മ ആഹാരം ഒന്നും കഴിക്കുന്നില്ല. നിന്നെ കാണണമെന്ന് പറഞ്ഞ ഒറ്റ ഇരിപ്പാ. ഈ പോലീസും അന്വേഷണവും ആകെ ഭയന്നിട്ടാ. നീ ഒന്ന് വന്ന് അമ്മയെ കണ്ടാൽ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ വരാറടാ? നിനക്കറിയാലോ എന്റെ പ്രശ്നങ്ങൾ. നീ ഒന്ന് വന്ന് കണ്ടിട്ട് ഉടനെ പൊയ്ക്കോ. അത്രയും മതി അമ്മയ്ക്ക്. നസറേ, ഒന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്നും കൂടി നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ സറണ്ടർ ചെയ്യാൻ പോവാ. അവരെന്നെ എന്ത് വേണേ ചെയ്തോട്ടെ. പക്ഷേ ഞാൻ കാരണം എൻ്റെ അമ്മ. ഞാൻ കൂടെ നിൽക്കണോ? വേണ്ട, നിന്റെ വീട്ടിൽ ഉമ്മ തനിച്ചല്ലേ ഉള്ളൂ. ഇന്നും കൂടി അവൻ വന്നില്ലെങ്കിൽ നാളെ ഞാനവിടെ ഉണ്ടാവും. നീ ചെല്ലടാ. കയറിക്കിടക്കാൻ ആകെയുള്ള ഒരു കൂരയാ ഞാൻ നിങ്ങൾക്ക് പണയം വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ കുഞ്ഞാലിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞതുകൊണ്ടും നിങ്ങളുടെ അത്യാവശ്യം മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പണത്തിന്റെ കാര്യത്തിൽ ലോറൻസിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പോൾ തന്ന പണവും അതിന്റെ പലിശയും പറഞ്ഞ ഡേറ്റിനുള്ളിൽ മടക്കി തന്നില്ലെങ്കിൽ വീട് എനിക്ക് ഒഴിഞ്ഞു തരേണ്ടി വരും. അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാവണ്ട. പൈസ വന്ന് തന്നിട്ടില്ലേ ഞാൻ തരും. എന്താ, ഇന്ന വിശ്വാസല്ലേ? ശരി, ഞാൻ മൂപ്പരൊന്ന് വിട്ടിട്ട് വരാം.
മോനെ 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 എണീക്ക് മോനെ. നിന്നെ അമ്മ എവിടെയെല്ലാം തിരക്കി. നീ എന്തിനാ അമ്മയെ വിട്ടു പോയത്? നിനക്കറിയില്ലേ അമ്മയ്ക്ക് നീ അല്ലാതെ വേറെ ആരുമില്ലെന്ന്? വാ മോനെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ വന്നില്ലെങ്കിൽ ഒരിറ്റ് വെള്ളം പോലും ഞാൻ ഇറക്കത്തില്ല. നീ എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത്? നീ അമ്മയെ വിട്ടു പോവോ? പറ, അമ്മയെ വിട്ടു പോവോ? ആളുണ്ട്. പീറ്റർ, പീറ്റർ നിൽക്കവിടെ. പീറ്റർ ഓടരുത്. പീറ്റർ നിൽക്കാനാ പറഞ്ഞത്. ശ്രീനിവാസനോ, നീ എന്താ ഇവിടെ? ഞാൻ ഒരാളെ കാണാൻ. അമ്മച്ചി എന്താ ഇവിടെ? അത് കൊള്ളാം. പീറ്ററിന്റെ ഭാര്യ എത്ര ദിവസമായി സുഖമില്ലാതെ കിടക്കുന്നു ഇവിടെ. ഒന്നും പറഞ്ഞില്ലേ അവൻ? ഇല്ല. വല്യമ്മച്ചി, ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പോവാ. സൂക്ഷിച്ചു പോണേ. അമ്മച്ചി, ഞാൻ അങ്ങോട്ട്. ഇതുവരെ വന്നതല്ലേ, ഒന്ന് കേറി കണ്ടേച്ചു പോവാ. അല്ല, വാന്നേ. അല്ല, മോനെന്താ രാവിലെ പറയാതെ ഞാൻ പോന്നത്? ഇറങ്ങുമ്പോ അമ്മച്ചി ഉണർന്നിട്ടുണ്ടായിരുന്നില്ല, അതാ. ആ, ഇവിടെ അടുത്ത് തന്നെ. വാ. അമ്മച്ചി. മോളെ വാ വാ. ഇന്ന് മോള് വാശി പിടിച്ച് വല്യമ്മച്ചിയുടെ കുടങ്ങി പോകുന്നു അല്ലേ? എനിക്ക് പിന്നെ അമ്മച്ചി കാണണ്ടേ? വല്യമ്മച്ചി എവിടെ? ചീനി മാമനായിട്ട് വർത്താനം പറയാ. ചീനി മാമനോ? അതെ മോളെ, ശ്രീനിവാസൻ. ഞാൻ പറഞ്ഞില്ലേ പീറ്ററിന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്ന് താമസിക്കുന്നു. എന്താ അച്ചായൻ ഇങ്ങോട്ട് വരാത്തത്? 2 ദിവസത്തിനുള്ളിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നാ പറഞ്ഞത്. അല്ല, അത് പീറ്ററിനെ ഞാൻ കണ്ടില്ല. ആഹാ, കുസൃതി കുട്ടി എത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. ഞാൻ പറഞ്ഞ മരുന്ന് വാങ്ങിയില്ലേ? ഇല്ല, ഇന്ന് പീറ്റർ എത്തിയേക്കും. ഇത് തന്നെയല്ലേ ഇന്നലെയും പറഞ്ഞത്? മരുന്ന് കഴിക്കാതെ എങ്ങനെയാ വേദന കുറയുന്നത്? അല്ല, ഈ പീറ്ററിനെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ. അയാളുടെ അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ന് വരുമായിരിക്കും. ആ, വന്ന എന്നെ ഒന്ന് കാണാൻ പറയണം. ഓ, വരട്ടെ മോളെ. ആ, മനസ്സിലായില്ല. ഇത് പീറ്ററിന്റെ കൂട്ടുകാരനാ. ആ, ഇവർ ഒരുമിച്ചാ ജോലി ചെയ്യുന്നത്. പീറ്ററിനെ പറ്റി വല്ല വിവരമുണ്ടോ? ഞാനും കണ്ടിട്ട് കുറച്ചു ദിവസമായി. ആ, ഒന്നിങ്ങി വരൂ. പീറ്ററിന് വേണ്ടി ഞാൻ കാക്കാൻ തുടങ്ങിയിട്ട് ദിവസം 2 മൂന്നായി. വീട്ടിൽ നിന്ന് പുരുഷന്മാരാരെങ്കിലും വന്നാലല്ലേ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റൂ. എന്താ ഡോക്ടർ? അവരുടെ അസുഖം അറിയാലോ. തലച്ചോറിൽ രക്തസ്രാവമാണ്. മെഡിക്കൽ കോളേജിലോ
മറ്റേതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ അതിനും സാധ്യത കുറവാണ് ഡോക്ടർ. ഇനി എത്ര കാലം എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്നാവാം, അല്ലെങ്കിൽ നാളെ. ഡോക്ടർ പറഞ്ഞ മരുന്ന് വാങ്ങിച്ചാ? അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. രോഗം മാറാനുള്ള മരുന്നൊന്നും അല്ല അത്. അവരനുഭവിക്കുന്ന വേദനയ്ക്കൊരാശ്വാസം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് എത്രയും വേഗം അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് മാത്രമാണ്. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി എന്നാൽ അവരുടെ മനസ്സിലെങ്കിലും അല്പം ആശ്വാസം കിട്ടും. തൽക്കാലം അവരോട് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. ചിലപ്പോൾ ആ ഒരു ഷോക്ക് മതി എല്ലാം അവസാനിക്കാൻ.